Hi students, today we are going to discuss about what is a clustered system, real-time systems and handheld systems. First നമുക്ക് clustered system എന്താണെന്ന് നമുക്ക് നോക്കാം. Clustered systems are similar to parallel systems as they both have multiple CPUs. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൾട്ടി പ്രോസസ്സർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടി പ്രോസസ്സർ ഈസ് ഓൾസോ നോൺ ആസ് പാരലൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്ലസ്റ്റേർഡ് സിസ്റ്റംസും നമ്മുടെ മൾട്ടി പ്രോസസ്സർ അല്ലെങ്കിൽ പാരലൽ സിസ്റ്റത്തിനെ പോലെ തന്നെ സിമിലർ ആണ്. എന്തുകൊണ്ടാണ് ഈ ക്ലസ്റ്റേർഡ് സിസ്റ്റംസ് പാരലൽ സിസ്റ്റംസ് സിമിലർ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ബോത്ത് ഹാവ് മൾട്ടിപ്പിൾ CPUs ഒന്ന് കൂടുതൽ CPUs ഉണ്ട്. ബട്ട് ദേ ഹാവ് എ ഡിഫറൻസ്. ഈ ക്ലസ്റ്റേർഡ് സിസ്റ്റവും പാരലൽ സിസ്റ്റവും തമ്മിലൊരു മേജർ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്റേർഡ് സിസ്റ്റത്തിൽ ഈ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറൊക്കെ എന്തായിരിക്കും മേർജ്ഡ് ടുഗെദർ. ദാറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേങ്കിൽ നമ്മുടെ പാരലൽ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എന്തല്ല പരസ്പരം എന്തല്ല നമ്മൾ കണക്റ്റഡ് അല്ല. പരസ്പരം എങ്ങനെ കണക്റ്റ് അല്ല എന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല. നമ്മുടെ നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ഷൻ വഴി അല്ലെങ്കിൽ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ വഴി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹൗവർ എ മേജർ ഡിഫറൻസ് ഇസ് ദാറ്റ് ക്ലസ്റ്റേർഡ് സിസ്റ്റം ആർ ക്രിയേറ്റഡ് ബൈ 2 or more individual computer system merged together. Basically, they have independent computer system with a common storage and the systems work together. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് വ്യക്തമാവും. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ക്ലസ്റ്റേർഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലസ്റ്റേർഡ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അധികം ലാൻ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടുഗെദർ ആണ്. പിന്നെ ഇതിന് ഇൻഡിവിജ്വലായിട്ട് എന്തുണ്ട് സ്റ്റോറേജ് ഏരിയയും ഉണ്ട്. പിന്നെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇൻഡിവിജ്വലി. ബട്ട് ഇത് മൂന്നും എന്താണ് വർക്ക് ടുഗെദർ ആണ്, ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇത് മൂന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. However, a major difference is that clustered systems are created by 2 or more individual computer systems merged together. Basically, they have independent computer systems with a common storage and the systems work together. Okay. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ 2 or more computers ഉണ്ട്. 2 or more computers are merged together. They use a storage area networks, storage devices യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്നല്ല, എന്താണ് കോമൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതെന്താണ് ഇത് മൂന്നും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. ഇത് മൂന്നും മെർജ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ പാരലൽ സിസ്റ്റവും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഈ ക്ലസ്റ്റേർഡ് സിസ്റ്റംസ് രണ്ട് തരത്തിലാണുള്ളത്. അസിമെട്രിക്കും ഉണ്ട്, സിമെട്രിക്കും ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ക്ലസ്റ്റേർഡ് സിസ്റ്റംസ്. There are primarily 2 types of clustered systems, that is asymmetric clustering system and symmetric clustering system. അപ്പോൾ എന്താണ് asymmetric clustering system എന്നും എന്താണ് symmetric clustering system എന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് asymmetric clustering system എന്താണെന്ന് നോക്കാം. ഈ asymmetric clustering system one of the nodes in the clustered system is in hot standby mode and the others run the required applications. The hot standby mode is a fail-safe in which a hot standby node is a part of the system. The hot standby node continuously monitors the server and if it fails, the hot standby node takes its place. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം നമ്മുടെ അസിമെട്രിക് ക്ലസ്റ്ററിങ് സിസ്റ്റത്തിൽ ഒരു നോഡ്, ഒരുപാട് നോഡുണ്ട്. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ് അല്ലേ. അപ്പോൾ ഈ അസിമെട്രിക് ക്ലസ്റ്ററിങ് സിസ്റ്റത്തിൽ ഒരുപാട് നോഡ്സ് ഉണ്ടാവും. അപ്പം വൺ ഓഫ് ദ നോഡ്സ് ഇൻ ദ ക്ലസ്റ്റേർഡ് സിസ്റ്റത്തിൽ ഒരു നോഡിനെ നമ്മൾ ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡിലാണ് വെക്കുക. മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യും റിക്വയർഡ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യും. ഒന്നെന്തായിരിക്കും ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും ഉണ്ടാവുക.
അപ്പോൾ ഈ ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡ് നമ്മൾ ഫെയിൽ സേഫിലാവുമ്പോൾ, അത് ഫെയിലിയർ ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റാൻഡ് ബൈ നോഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡ് ബൈ നോഡ്, ഹോട്ട് സ്റ്റാൻഡ് ബൈ നോഡ് നമ്മുടെ ഈ ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡിൻ്റെ പാർട്ട് ഏറ്റെടുക്കും. അങ്ങനെയാണ് അസിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം. ഒന്നെപ്പോഴും കുറച്ചൊരു ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെർവറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവും എപ്പോഴും. അതാണ് അസിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ അത് ഇഫ് ഇറ്റ് ഫെയിൽസ്, അത് ഫെയിൽ ആണെങ്കിൽ അതിന് പകരമായിട്ട് ഈ നോഡിൽ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പകരമാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് എന്തായിട്ട് മാറും, ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡായിട്ട് മാറും. അതാണ് അസിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം. ഇൻ ദിസ് സിസ്റ്റം, one of the nodes in the clustered system is in hot standby mode and all the others run the required applications. The hot standby mode is a fail-safe in which a hot standby node is part of the system. The hot standby node continuously monitors the server and if it fails, the hot standby node takes its place. Nana വേറൊരു നോഡ് ഹോട്ട് സ്റ്റാൻഡിൻ്റെ പ്ലേസ് ഏറ്റെടുക്കുന്നു, എന്നിട്ട് അത് മോണിറ്റർ ചെയ്യുന്നു, ബാക്കിയുള്ള നോഡ്സ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നു. അതാണ് അസിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റത്തിൽ. ഇൻ സിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം, 2 or more nodes all run applications. ഇപ്പോൾ ഒരു ക്ലസ്റ്ററിംഗ് സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു 10 നോഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 കമ്പ്യൂട്ടേഴ്സും ആപ്ലിക്കേഷൻസ് ആണ് റൺ ചെയ്യുക. 10 കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും എഫിഷ്യൻറ്റ്. നമ്മൾ അസിമെട്രിക് സിസ്റ്റത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിമെട്രിക് ക്ലസ്റ്ററിംഗ് ആണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ സിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം 2 or more nodes മുഴുവനും all run applications as well as monitor. എല്ലാ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ എല്ലാ നോഡും ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പിന്നെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് each other. This is more efficient than asymmetric system as it uses all the hardware and doesn't keep a node merely as a hot standby. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാന്നുള്ള രീതിയിൽ വേറെ ആരും സ്റ്റാൻഡ് ബൈ മോഡിൽ നിൽക്കുന്നില്ല സിമെട്രിക്കിൽ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ക്ലസ്റ്റേർഡ് സിസ്റ്റം മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അസിമെട്രിക് ക്ലസ്റ്റേർഡ് സിസ്റ്റവും സിമെട്രിക് ക്ലസ്റ്റേർഡ് സിസ്റ്റം ആണ്. ബട്ട് വേറൊരു പേരും കൂടെ നമുക്ക് കേൾക്കാം. അതാണ് ഞാനിവിടെ ഒരു ഗ്രീൻ കളറിൽ കൊടുക്കാൻ കാരണം. സിമെട്രിക് ആൻഡ് അസിമെട്രിക്കിന് ഞാൻ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. കാരണം മെയിൻ ക്ലാസിഫിക്കേഷൻ അസിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റവും സിമെട്രിക് ക്ലസ്റ്ററിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതിൽ പക്ഷേ പാരലൽ ക്ലസ്റ്റർ സിസ്റ്റം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പാരലൽ ക്ലസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു ആക്സസ് സിമിലർ ഡാറ്റ ഓൺ ദി കോമൺ ഷെയർഡ് സ്റ്റോറേജ് സിസ്റ്റം. ഈ ഒരു പാരലൽ ക്ലസ്റ്റർ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് സ്പെഷ്യൽ സോഫ്റ്റ്വെയറും പിന്നെ അതർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പാരലൽ ക്ലസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് അത് അലോ ചെയ്യുന്ന മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആക്സസ് സിമിലർ ഡാറ്റ ഓൺ ദ കോമൺ ഷെയർഡ് സ്റ്റോറേജ് സിസ്റ്റം. കോമൺ ആയിട്ട് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോമൺ ആക്കി വെച്ചിട്ടുള്ള സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്ന് ഒരേപോലത്തെ സിമിലർ ഡാറ്റേനെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇത് പാരലൽ ക്ലസ്റ്റർ സിസ്റ്റം. ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറും അതർ ആപ്ലിക്കേഷൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് പാരലൽ. അതാണ് ഞാൻ അവിടെ ഉൾപ്പെടുത്താൻ കാരണം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബെനിഫിറ്റ്സ് ഓഫ് ക്ലസ്റ്റേർഡ് സിസ്റ്റംസ്. നമ്മുടെ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ക്ലസ്റ്റേർഡ് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. പെർഫോമൻസ് ആണ്. ഹൈ പെർഫോമൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് ദേ കണ്ടെയ്ൻ 2 or more ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ സിസ്റ്റം മെർജ്ഡ് ടുഗെദർ. 2 or more കമ്പ്യൂട്ടർ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഹൈ പെർഫോമൻസ് ആണ്. അപ്പോൾ മച്ച് ബെറ്റർ റിസൾട്ട് ആണ് നമുക്ക് നൽകുന്നത്. റിസൾട്ട് ഇൻ മച്ച് ബെറ്റർ പെർഫോമൻസ് ഫോർ ദി സിസ്റ്റം. അപ്പോൾ പെർഫോമൻസ് ആണ് ഒന്നാമത്തെ ബെനിഫിറ്റ്, ഗുഡ് പെർഫോമൻസ്. Clustered systems result in high performance as they contain 2 or more individual computer systems merged together. These work as a parallel unit and result in much better performance for the system. And the second benefit എന്ന് പറയുന്നത് fault tolerance ആണ്. Fault tolerance എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഈ വേർഡ് മുന്നേ കേട്ടിട്ടുണ്ട് അല്ലേ? fault tolerance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോസ് ഓഫ് വൺ നോഡ്, ഒരു നോഡിന്റെ നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു നോഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകുന്നില്ല, വർക്ക് ചെയ്യാ. ക്ലസ്റ്റർ സിസ്റ്റത്തിന്റെ സെക്കൻഡ് ബെനിഫിറ്റ് ആണ് ഫോൾട്ട് ടോളറൻസ്. അപ്പോൾ എന്ന് വെച്ചാൽ ദ ലോസ് ഓഫ് വൺ നോഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു നോഡ് ഫെയിലിയർ ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആവുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് വൺ ഓർ മോർ നോഡ്സ് ഇൻ ഹോട്ട് സ്റ്റാൻഡ് ബൈ മോഡാണ്, വിച്ച് അലോസ് ദം ടു ടേക്ക് പ്ലേസ് ഓഫ് ഫെയിൽഡ് നോഡ്സ്. അപ്പോൾ ഫോൾട്ട് ടോളറൻസ് ആണ് ക്ലസ്റ്റർ സിസ്റ്റത്തിന് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ്. ദ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കെയിലബിലിറ്റി ആണ്. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പം വേണമെങ്കിൽ നമുക്ക് എത്ര നോഡ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. Clustered systems are quite scalable as it is easy to add new node to the system. There is no need to take the entire cluster down to add a new node. പുതിയൊരു നോഡ് ആഡ് ചെയ്തതുകൊണ്ട് നമ്മുടെ ക്ലസ്റ്റർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും ഡൗൺ ആയി പോകുന്നു ചെയ്യൂല. ഓക്കെ, എത്ര നോഡ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ബെനിഫിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ക്ലസ്റ്റേർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. In a clustered system mainly classified into two, asymmetric and symmetric. Then its benefit: performance, fault tolerance, scalability. Next we are going to discuss about real time system. What it is real time. അതിന് മീനിങ് തന്നെയുണ്ട്. റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസ്പോൺസ് തരിക, ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക നന്നായിട്ട്. അങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് റിയൽ ടൈം സിസ്റ്റംസ്. Real-time systems means that the system is subjected to real time. That is, response should be guaranteed within a specified timing constraints. ഒരു പ്രത്യേക ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, റെസ്പോൺസ് ലഭിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് റിയൽ ടൈം സിസ്റ്റംസ്. ഒരു സ്പെസിഫൈഡ് ഡെഡ് ലൈനിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കണം. ഫോർ അതിന് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ പിന്നെ നമ്മൾ മെയിൻ ഉപയോഗിക്കുന്നത് എന്താണ്, റിയൽ ടൈം സിസ്റ്റം. കാരണം ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റെസ്പോൺസും കാര്യങ്ങളും ലഭിച്ചിരിക്കണം. അങ്ങനെയുള്ള സിസ്റ്റമാണ് റിയൽ ടൈം സിസ്റ്റംസ്. റിയൽ ടൈം സിസ്റ്റംസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. റിയൽ ടൈം സിസ്റ്റംസ് നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് ഉണ്ട്, ദെൻ സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസും. അപ്പോൾ എന്താണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റംസ് നോക്കാം. This type of system can never miss its deadline. Never. ഒരിക്കലും അത് അതിൻ്റെ ഡെഡ്ലൈൻ മിസ് ചെയ്യില്ല. ദാറ്റ് മീൻസ് അത് കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ തന്നെ റെസ്പോൺസ് ലഭിച്ചിരിക്കും. അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. മിസ്സിംഗ് ദ ഡെഡ്ലൈൻ മേ ഹാവ് ഡിസാസ്ട്രസ് കോൺസിക്വൻസസ്. ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായിട്ടുള്ള പരിണിത ഫലങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഡെഡ്ലൈൻ മിസ് ചെയ്യുമ്പോൾ. The usefulness of result produced by a hard real-time system decreases abruptly and may become negative if tardiness increases. Tardiness means how late a real-time system completes its task with respect to its deadline. Okay? അപ്പോൾ tardiness എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിയൽ ടൈം സിസ്റ്റം ആണ്. അപ്പോൾ അത് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പർട്ടിക്കുലർ ടൈമിന് അല്ലെങ്കിൽ ആ ഒരു ടൈം കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെസ്പോൺസ് തരണം. അപ്പോൾ ഈ റിയൽ ടൈമിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹാർഡ് റിയൽ ടൈമും സോഫ്റ്റ് റിയൽ ടൈം. ഈ ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, അതൊരിക്കലും അതിൻ്റെ ഡെഡ് ലൈൻ മിസ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ആ ഒരു പ്രത്യേക ടൈമിൽ 2 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടിയിരിക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ടാർഡിനെസ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുക, നമുക്ക് റെസ്പോൺസ് കിട്ടാണ്ടിരിക്കുക. ഇപ്പോൾ ഫ്ലൈറ്റ് കൺട്രോളർ സിസ്റ്റത്തിലൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ, നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ വളരെ അപകടം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ. കാരണം ആ പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ലഭിച്ചിരിക്കണം, അതാണ് ഹാർഡ്. ഇനി സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ റിസൾട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 മിനിറ്റും 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അതാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം. This type of systems can miss its deadline occasionally with some acceptably low probability. Missing the deadline have no disastrous consequence. അപകടകരമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു ഡെഡ് ലൈൻ മിസ് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്നില്ല.
The usefulness of result produced by a soft real-time system decreases gradually with the increase in tardiness. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് കിട്ടാതിരിക്കുക. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, പക്ഷേ നമുക്കൊരു ടൈം കിട്ടും, റെസ്പോൺസ് കിട്ടും, പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ, അതാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം. എക്സാമ്പിൾ ടെലിഫോൺ സ്വിച്ചസ്. ടെലിഫോൺ സ്വിച്ചസ് മീൻസ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് എന്തായാലും കിട്ടും, ചിലപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് വലിയൊരു ബുദ്ധിമുട്ട്. അവിടെ എന്നാൽ ഒരു അപകടം പെട്ടെന്ന് സംഭവിക്കുന്നില്ല എന്നൊരു മീനിങ്. ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം ഫ്ലൈറ്റ് ഇപ്പം ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഒക്കെ റൺ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം യൂസസ് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇപ്പം എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോൺസിക്വൻസ്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലാൻഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് റെസ്പോൺസ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അത് അപകടകരമാണ് അല്ലേ. അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. അപ്പോൾ എന്താണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ഹെൽഡ് സിസ്റ്റംസ് ആണ്. ആ വേർഡ് മീനിങ് തന്നെ ഉണ്ട് അല്ലേ, ആ വേർഡ് തന്നെ ഉണ്ട്, അതിൻ്റെ വേർഡ് മീനിങ് അതിൽ തന്നെ ഉണ്ട്. ഹാൻഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന PDAs, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്. വളരെ സ്മോൾ ആയിരിക്കും, പോർട്ടബിൾ ആയിരിക്കും. നമ്മുടെ വലിയ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിൽ പോലും അത് നമ്മളൊരു കയ്യിൽ ഉള്ളിൽ ഒതുങ്ങുന്നതാണ് അല്ലേ. ചെറിയൊരു കീബോർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, വളരെ ചെറുതായിരിക്കും, ടച്ച് സ്ക്രീൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റൈലസ് ഒക്കെ ഉപയോഗിക്കാം ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട്. ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ഓൾസോ നോൺ ആസ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഓർ PDAs ആർ സ്മോൾ, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡിവൈസസ് ദാറ്റ് ഓഫർ യൂസേഴ്സ് മെനി ഓഫ് ദ സെയിം ഫീച്ചേഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ് ആസ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ സൈസ്. Although the terms and handheld computer and PDA are often used interchangeably. ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാറുണ്ട്, PDA എന്ന് നമ്മൾ മാറി പറയാറുണ്ട്. PDA എന്ന് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഹാൻഡ് ഹെൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാക്കാം, അതാണ് ഹാൻഡ് ഹെൽഡ്. ഹാൻഡ് ഹെൽഡ് ടെൻഡ്സ് ടു ബി ലാർജർ ആൻഡ് feature miniature keyboards, while PDAs tend to be smaller and rely on touch screen and stylus for data entry. The size of handheld computers ranges from credit card to small notebook computer, and the available features and power generally increases with greater size. The most popular size of the devices is palm size. നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്. Most handheld computers utilize a liquid crystal display ആണ് അധികം ഉപയോഗിക്കുക. ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്, വിച്ച് ആക്ട് ചെയ്യുന്നു ആസ് ബോത്ത് ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. LCD തന്നെ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പാമിൽ ഒതുങ്ങുന്നത്, അതാണ് ഹാൻഡ് ഹെൽഡ്. ഓക്കെ.